Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ട് ഒരു മധുരപ്പച്ചടിയാണ്. പൈനാപ്പിളിന്റെ കൂടെ പല ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾ മധുരപ്പച്ചടി ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മധുരപ്പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പൈനാപ്പിളിന്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കപ്പിൽ അളന്ന് നോക്കിയപ്പോൾ 1.5 കപ്പ് പൈനാപ്പിൾ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ പൈനാപ്പിൾ അരിഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാൻ ഏറ്റവും ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് ഭാഗം ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പൈനാപ്പിളിൻ്റെ ഈ സത്തൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതി ചെയ്തിരിക്കുന്നത്. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ കൂടെ പല ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മൾ മധുരപ്പച്ചടി ഉണ്ടാക്കും. ഏത്തപ്പഴം ഇടുന്നവരുണ്ട്, അതുപോലെ ആപ്പിൾ ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് മുന്തിരിങ്ങ മാത്രമാണ്. പൈനാപ്പിളിൻ്റെ മുള്ളെല്ലാം നന്നായിട്ട് ചെത്തി എടുത്തിട്ട് വേണം ഇത് കറിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇതിന് കൂനിന്നും കൂഞ്ഞലെന്നും ഒക്കെ പറയും. ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് മാറ്റി വെക്കണേ. അപ്പോൾ ഈ പൈനാപ്പിൾ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഈ പൈനാപ്പിൾ ഒന്ന് വേവായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയാണ് വേണ്ടതെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എടുത്തേക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരച്ച് ശർക്കരയുടെ പകുതിയുടെ അടുക്കൽ എടുത്തിട്ടുണ്ട്. പകുതി ഇല്ല, അതിലും കുറച്ചുകൂടെ കുറവാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കിടന്ന് ശർക്കര അലിഞ്ഞു വന്നോളൂ. നമുക്കത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. പൈനാപ്പിൾ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ വീതം കടുക്, നല്ല ജീരകം, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ അരപ്പ് തൈര് ചേർത്തിട്ട് അരച്ചെടുക്കരുത്, വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കുക. ഈ അരപ്പ് ഇത് കിടന്ന് ഒന്ന് തിളയ്ക്കേണ്ടതായിട്ടുണ്ട്. തൈരൊക്കെ ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തൈര് ചേർത്ത് അരപ്പ് അരക്കരുത്. ഇപ്പോൾ ഇത് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 2-3 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കുവാണേ. ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ലേശം ഒന്ന് കടുക് ചതച്ചിട്ട് കൊടുക്കാവേ. 1/4 ടീസ്പൂൺ കടുക് നമ്മൾ അരപ്പി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ കടുക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതിയേ. പച്ചക്കടുക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് ചേർക്കുന്നതാണ് മധുരപ്പച്ചടിയുടെ ഒരു രുചി എന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് 1 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുവാണേ. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ചാണ് തൈരിൻ്റെ അളവെന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ നല്ല പുളിയായിരിക്കും. അതിനാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വേണ്ടി വരത്തില്ല. നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലും പുളി കുറഞ്ഞതാണെങ്കിൽ കൂടുതൽ തൈര് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റാണ്. പുളിയും മധുരവും എല്ലാം കറക്റ്റാണ്. ഇനി ഇത് തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ചൂട് കയറി വന്നാൽ മാത്രം മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഈ കൂട്ടത്തിൽ ഞാൻ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്താലും മതിയേ. പിന്നെ ഇതിലേക്ക് ഞാൻ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുവാണ്. ഈ മുന്തിരിങ്ങ വേണമെങ്കിൽ ഒന്ന് 2ആയിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാണാനുള്ള ഭംഗി മുഴുവനായിട്ട് ഇടുന്ന ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് മുന്തിരിങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയേ. മുന്തിരിങ്ങ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ചൂട് കയറി വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാമെന്നുള്ള ഒറ്റ പരിപാടിയും കൂടെ ഉള്ളൂ. അതിനുവേണ്ടി ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നപ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2
വറ്റൽമുളക് കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇനി കറിവേപ്പില ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാവുന്നതാണ്. കറിവേപ്പില നമ്മൾ കറി ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഇത് ചേർക്കാത്തത്. വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇതൊരു 5 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വിളമ്പാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു മധുര പച്ചടിയാണ് ഇത് നമ്മൾ തയ്യാറാക്കിയത്. പല രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ട്, പല ഫ്രൂട്ട്സ് വെച്ചിട്ട്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിന്നിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.